അല്ലല്ല വേറൊരാളുണ്ട് ഇപ്പൊ ഇവിടെ മെക്സിക്കോയിലുള്ള ഇതേപോലെ ഡ്രഗ് മാഫിയ എപ്പോഴും ഉണ്ട്. അല്ല വലിയ ഫേമസ് ആയിട്ടുള്ള ഇങ്ങനെ ഡ്രഗ് കാർട്ടലൊക്കെ ഭയങ്കര പോലീസുകാരുടെ പോലെ. പോലീസുകാരുടെ ഇല്ല, അവര് ഈ അമേരിക്കയിലുള്ള അവര് അങ്ങനെ ആക്കി ഇടുന്നത് എന്ന് വെച്ചാൽ ഇവര് ഈ പോലീസുകാരുടെ യൂണിഫോം ഒക്കെ ഇട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അത് പോലീസുകാരല്ല, അത് ഈ ഡ്രഗ് കാർട്ടലിന്റെ ആൾക്കാരാണ്. AK-47 അതും ഇതൊക്കെ പിടിച്ചു പോകുന്നത്. വഴി വെച്ച് വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി. നിങ്ങള് ടൂറിസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ ഇവന്മാര് വന്ന് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ചെക്കൊക്കെ ചെയ്യും, പോലീസുകാർ ചെയ്യുന്ന പോലെ. എന്തെങ്കിലുമൊക്കെ പോയാൽ വെടി വെച്ച് പറത്തിച്ചു കളയും. ഒരിക്കലും ചോദിക്കാൻ പോകില്ല. അതൊക്കെ സ്ഥാപിക്കും, പക്ഷെ ഒരുത്തനെ ഭയങ്കര അഴിമതിയാണ്. ഭയങ്കര അഴിമതി ഭയങ്കരമാണ്. പോലീസുകാരായാലും നമ്മളൊക്കെ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും തിരിഞ്ഞു നോക്കാൻ പോകും. രാജ്യം ശരിയല്ലോ. അതല്ല ഇപ്പൊ ഇവിടെ ഈ US-ക്കാരല്ല, ഈ കാനഡക്കാരെ ഇന്ത്യയെ പറ്റി ചിന്തിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അവിടെ താമസിക്കുന്നവർക്ക് ഫസ്റ്റ് ചിന്തിക്കുന്നത് അറിയാം, മുംബൈ ചേരി ഇതാണ് ആൾക്കാരുടെ ഇടയിൽ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം എന്താ പറഞ്ഞാല് സിനിമയിലൊക്കെ കാണിക്കുന്നതാണ്. അപ്പൊ അവിടെ താമസിക്കുന്നവർക്ക് ഓക്കെയാണ്. പുള്ളിക്കാരെ ഇന്ത്യ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുംബൈ ആ ഒരു ചെറിയ ഇതുണ്ടല്ലോ, അങ്ങനത്തെ സംഭവം വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാനിങ്ങനെ കേരളത്തിന്റെ ഫോട്ടോസിൽ പുള്ളി പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ ഇങ്ങനെ സൗത്ത് ഇന്ത്യ ഉണ്ട്, അവിടെ ഇതേപോലെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ പ്ലേസസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ കേൾക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഞാൻ മുംബൈ പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ലത്. മറൈൻ ഡ്രൈവ് ഇല്ല, നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാം. അവരെ വീടിന്റെ മേലെ അവര് നോക്കുമ്പോ അവര് ഇതുപോലെ കടലാണ്, ജൂഹു ബീച്ചാണ് കാണുന്നത്. ഭയങ്കര വായുവാ. കോടിക്കണക്കിന് രൂപന്റെ വീടൊക്കെ അല്ലേ. സച്ചിന്റെ വീടൊക്കെ കണ്ടു. സച്ചിന്റെ വീട് ഞാൻ കണ്ടു. സച്ചിന് ഒരു ഒതുങ്ങിയ സ്ഥലത്താണ്, പക്ഷെ വലിയ നീളമാണ് വീട്. ഒരു ബീച്ചിന്റെ സൈഡില, ബീച്ചല്ല, ഒരു ബീച്ച് സൈഡ് പോലെയാണ് പുള്ളി വീട് വെച്ചത്. പക്ഷെ ബീച്ചിനായി നാറി ഒരു വൃത്തിയായിട്ട ബീച്ച്. അംബാനിന്റെ വീടുണ്ട്. അംബാനിന്റെ വീട് പോലീസ് സെറ്റപ്പായി. സി കാറ്റഗറി പ്രൊട്ടക്ഷൻ. സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രൊട്ടക്ഷൻ. ഈ ഷാറുഖ് ഖാന്റെ വീട്ടിലൊക്കെ പല മീഡിയ പ്രവർത്തകർ ആർക്കും പ്രവേശനം കൊടുത്തിട്ടില്ല. അത് നേരെ ഇത് കൊടുത്ത് പുള്ളി അനുമതി കൊടുത്താലേ അവർക്ക് അകത്ത് കയറാൻ പറ്റും. അതില് പിന്നെ ഒരു ഇതുണ്ട്, ഡേ വിത്ത് സ്റ്റാർ എന്ന് പറഞ്ഞ ഏതൊരു പിന്നെ ഇതുണ്ട് TV പ്രോഗ്രാം. അവര് അപ്പൊ ഷാറുഖ് ഖാൻ പുറത്തിറങ്ങി, നമുക്കൊന്ന് വീട്ടിൽ കയറിയാലെന്ന് വെച്ചാൽ അപ്പൊ അവൻ ചോദിക്കാം, എനിക്ക് ഇന്റെ കൂടാണ് വരേണ്ടത് അല്ലെങ്കിൽ വീട്ടിലാണ് കയറേണ്ടത് ചോദിച്ചു. അവൻ അങ്ങനെ സാധാരണ ആ രീതിയിൽ സംസാരിക്കൂലല്ലോ അവന്. അതായത് അവന് ഇഷ്ടമല്ല മീഡിയക്കാരൊന്നും ഉള്ളോട്ട് എല്ലാത്തിനും പെർമിഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര ഇതാണ്, മറ്റേ എന്താ പറയാ, വിറ്റിയാണ്, തമാശയാണ്. അവൻ തന്നെ സ്വയം അവനെ കുറിച്ച് പറയില്ല. ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂല് വെച്ച് ഈ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നതില് ഏത് സെലിബ്രിറ്റി ഹോസ്റ്റ് ചെയ്യണാണ് സത്യമാണ്, അയാൾ പറയുന്നത് സത്യമാണ്. ഇപ്പൊ നമുക്ക് അയാള് ഒരു ഹോസ്റ്റ് ചെയ്യണതാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. ഭയങ്കര ഹമ്പിളായിരിക്കും, എല്ലാരോടും ഭയങ്കര ഹമ്പിളായിട്ട്. അത് അങ്ങനെ എടുക്കണമെങ്കിൽ ഈ കളിക്കാരെ എടുത്താൽ മതി. അതാണ് ഏറ്റവും ഈ അതായത് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു സാധാരണ ആൾക്കാരന് പ്രശസ്ത അല്ലെങ്കിൽ ഫേമസ് ആവാൻ പറ്റുന്ന 3 കാറ്റഗറീസാണ്. 1 പൊളിറ്റിക്സ്, 2 സ്പോർട്സ്, 3 ഫിലിം. ഈ 3 കാറ്റഗറിയിലാണ് ഇതിൽ ഏറ്റവും ക്ലിക്കാവുന്ന സ്പോർട്സിലാണ്. ഫുട്ബോളിൽ സ്റ്റാർ ആയ മോനെ ഈ ലോകം മൊത്തം. ഫുട്ബോൾ എന്നല്ല, പക്ഷേ ബ്രോ അത് വേറെ. അതാണ് പറഞ്ഞാൽ സ്പോർട്സ് തന്നെ പറയാൻ പറ്റും. കാണുന്നില്ലയോ ഇപ്പൊ ഈ സ്പോർട്സിൽ കിട്ടുന്ന ഒരു സംഭവം ഒന്നിനും കിട്ടുന്നില്ല. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡേ ഉള്ളൂ, കുറച്ച് പീരീഡേ ഉള്ളൂ. സെറ്റിൽമെന്റ് ആയി. അത് സെറ്റിൽമെന്റ് ആയി. പക്ഷെ അതായത് ഇപ്പൊ ഫിലിം ആണെങ്കിൽ പച്ച ഫിലിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അവന്റെ മോന് ഫിലിമിലൂടെ കയറാൻ പറ്റും. ആ ഒരു പറ്റും, അതിനത്ര കഴിവാണ്. പക്ഷേ ഈ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം കഴിവില്ലേ അതിന് കയറാൻ പറ്റും. മറ്റേ നമുക്ക് ട്രെയിൻ ചെയ്തൊക്കെ എടുപ്പിക്കാം. ഇപ്പൊ പൊളിറ്റിക്സ് ആയാലും സിനിമ ആയാലും, ഇപ്പൊ സിനിമ ബോളിവുഡിൽ ആരുടെ മക്കളൊന്നും ഇല്ലാത്തത് എല്ലാത്തിനും മക്കളുണ്ട്. മലയാളത്തിൽ എടുത്താലും എല്ലായിടത്തിനും പറയണവര് പറയും കഴിവില്ലെങ്കിൽ നിൽക്കാൻ പറ്റും. കഴിവ് എന്തൊരു കഴിവ്, ഫുൾ ഫാമിലി അതല്ലേ. അപ്പൊ അത് ഫാമിലിന്നും
പറഞ്ഞവർ കേട്ടുന്നല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നീ തന്നെ ഇപ്പൊ നിന്റെ അച്ഛൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ കുഞ്ഞുനാൾ തൊട്ടേ നീ ഒരുപാട് ഡയറക്ടർമാരെ അവരെ ഇവരെയൊക്കെ കാണുന്നുണ്ട്, കഥകൾ ഇവര് ഇത് ചെയ്യുന്നത് നീ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്യാമറ ഇവരുടെ അച്ഛൻ്റെ കൂടെ ഷൂട്ട്. അപ്പോൾ പതുക്കെ പതുക്കെ നിനക്ക് അതൊരു ഇഷ്ടമാവും. നിനക്ക് അതിൻ്റെ കുറേ ഒരു ബുദ്ധി നിന്റെ അതിനെപ്പറ്റിയുള്ള അറിവ് നിന്റെ തലയിലുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നീ അതിലേക്ക് തന്നെ പോകും. അല്ലല്ല, അത് വരും. അത് ഇപ്പൊ പിള്ളേർ വരുന്നതിൽ കഴിവുള്ള ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് ഈ സ്പോർട്സിൽ കിട്ടുന്നതൊക്കെ സച്ചിന്റെ മകനൊക്കെയാ മോനെ എന്താ കളിച്ചു വരട്ടെ എന്നുള്ളതാണ്. എന്താ മനസ്സിലായി, സച്ചിന്റെ മകന് ഇല്ല സെറ്റായില്ല. അതെ കളിച്ചു അവനെ മറ്റേ ബോളിങ്ങിന് തിളങ്ങിയല്ലോ. അങ്ങനെ കളിച്ചു വരട്ടെ. അതായത് അത് വരും, വളരെ റെയർ ആണ്. ഇപ്പൊ ഈ കളിക്കാരന്മാർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ എടുത്ത് നോക്കും, ആരൊക്കെ ഉണ്ട്, എല്ലാ ഗ്രാസ് റൂട്ടിൽ നിന്ന ആൾക്കാരാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ട് എടുത്ത് നോക്കും, ധോണി ആയാലും കോഹ്ലി ആയാലും എല്ലാം പാവപ്പെട്ടവരാണ്. ധോണിയുടെ കോഹ്ലി പഴസമുള്ളവരാണ് ഇപ്പോഴും. പക്ഷെ അവന്റെ ദാരിദ്ര്യം, അവന്റെ അച്ഛൻ വന്ന ഒരു ക്രിമിനലാണ്. അത്യാവശ്യം നല്ല ക്യാഷ് ടീമായിരുന്നു, നല്ല എഡ്യൂക്കേഷനൊക്കെ നല്ല ഉണ്ട്, നല്ല സെറ്റായിരുന്നു, നല്ല പിന്നെ ഇടയ്ക്ക് വെച്ച് അവന്റെ അച്ഛൻ വന്നിട്ടാണെങ്കിൽ മിഡിൽ ക്ലാസ് ആയിരുന്നു. ഫാദർ വന്നിട്ട് ഫാദറിന്റെ വീട് അവരെങ്ങനെ മോർഗേജ് എല്ലാം പോയൊക്കെ ചെയ്തു. അങ്ങനത്തെ ചെറിയ സിറ്റുവേഷൻ മിഡിൽ ക്ലാസ് ആയിരുന്നു, കുഴപ്പമില്ല. രോഹിത് ശർമ്മയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടായിരുന്നു. ഇവനെ പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവനെ വളർത്തി ആന്റിയുടെ വീട്ടിൽ. അപ്പം അവനാണ് ഇവരെ സ്പോൺസർ ചെയ്തിട്ട് ഇവന് കളിയിൽ ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെറുതിലെ അവനങ്ങനെ. രവീന്ദ്ര ജഡേജ എടുത്ത് കഴിഞ്ഞാൽ അറിയാലോ. രവീന്ദ്ര ജഡേജ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വന്നൊരു വാച്ച്മാനാണ്, സെക്യൂരിറ്റിയാണ്. രവീന്ദ്ര ജഡേജ ബ്രോ, അവന്റെ അമ്മ എനിക്ക് പണ്ടോട്ടെ സച്ചിനെ ഇഷ്ടം. സച്ചിൻ ഞാൻ ക്രിക്കറ്റ് കാണാറ്. അതല്ല ബ്രോ, സച്ചിൻ പിന്നെ സെവാഗ്. നോർമലായിട്ട് എനിക്ക് ഈ രവീന്ദ്ര ജഡേജന്റെ ഫിറ്റ്നസും കോഹ്ലിന്റെ ഫിറ്റ്നസും, അതായത് ജഡേജന്റെ ഫ്രീ ടൈം ഹോബി തന്നെ കുതിരന്റെ കൂടെ ജഡേജ ഫ്രീ ടൈമിന്റെ ഹോബി കുതിരന്റെ കൂടെ റൈഡിങ് നടത്തുക, പിന്നെ കുതിരപ്പുറത്ത് പോവുക, അതായത് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അതുകൊണ്ടാണ് അവന്റെ ഭയങ്കര ഫീൽഡിംഗ് എന്നൊക്കെ പറയുന്നില്ല, ടൈമിംഗ് വെച്ചിട്ട് റണ്ണൗട്ടൊക്കെ ആക്കുന്നത്. അങ്ങനത്തെ ഒരു സ്കില്ലാണ് അവന്റെ. പിന്നെ കോഹ്ലിന്റെ ബോഡി, ഇന്നലെ കൂടി വിവിയ റിച്ചാർഡ് പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും ക്രിക്കറ്റ് 4 മഹാ ക്രിക്കറ്റ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുക കോഹ്ലിനെയാണ്, പണ്ടത്തെ എല്ലാ തലമുറയും വെച്ചിട്ട്. എന്നിട്ട് 32ാം വയസ്സിൽ ഇന്നലെ റണ്ണൗട്ട് ആകുമ്പോൾ ചാടി വീണിട്ട് ഔട്ടാകാതെ ക്രീസിൽ കുത്തിയല്ലോ, അത് ആ ഒരു ഫോട്ടോ വെച്ചിട്ട്. ഭയങ്കര ഫിറ്റ്നസ് അവന്, അതായത് അവന്റെ ബോഡി ഫുൾ വെജിറ്റേറിയൻ. ഒരു സാധനം നോൺ വെജ് കഴിക്കില്ല, ഫുഡ് കളയത്തില്ല. അവൻ കേരളത്തിൽ മറ്റേ ഇത് വന്നപ്പോൾ മറ്റേ ഷെഫിള്ളയാണ് അവന് ഫുഡാക്കി കൊടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് അവനുണ്ടാക്കിയ ഫുഡ് അപ്പം കളഞ്ഞിട്ട് രാത്രി ഫ്രഷ് ആയിട്ടാണല്ലോ അടുത്ത ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞത് കളയണ്ട, രാത്രി ഉണ്ടാക്കണ്ട, ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഇൻസിസ്റ്റ് ചെയ്ത് ഇത് അങ്ങനെ ഒരു തുള്ളി ഫുഡ് കളഞ്ഞില്ല. അതേപോലെ ഈ ഹാർദിക് പാണ്ഡ്യ ഉണ്ടല്ലോ, ഹാർദിക് പാണ്ഡ്യ അതായത് കളിച്ച് അവനൊരു അഹങ്കാരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ടാലന്റ് ഉണ്ട്, നല്ല ടാലന്റ് കളിക്കാരനാണ്. ഒരു ഭാഗ്യമായിട്ടാ തോന്നി ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ ടാലന്റ് ഉണ്ട്, അവനേക്കാളും ടാലന്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. അവനൊരു കമ്മിറ്റഡ് ഒന്നുമില്ല, അവന് ഞാൻ പറഞ്ഞ അതായത് ഒറ്റയ്ക്ക് ഇന്ന് കളി ജയിപ്പിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഹാർദിക് പാണ്ഡ്യ. പ്രത്യേകിച്ച് ഓൾറൗണ്ടറാണ്, ഒരിക്കലും അവനെ ഒരു ടീമിൽ നിന്ന് ഒരിക്കലും മാറ്റൂല. അവനെ മാറ്റണമെന്നാണ് എന്റെ ഒരു മാറ്റണം. അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ അവന്റെ അലമ്പാണ്, ഇല്ലെന്ന് പറയില്ല. അവന്റെ എനിക്ക് അതിനെ ക്രൂണൽ പാണ്ഡ്യ എനിക്ക് ഇഷ്ടമല്ല, രണ്ടുപേരും എനിക്ക് ഒരു അലമ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അവനെ ഒന്ന് എടുത്ത്